ഹരേ കൃഷ്ണ. എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തിയുടെ ആശംസകൾ. ഇന്ന് നമുക്ക് 5000 വർഷത്തിലേറെ പഴക്കമുള്ള യശോദ ഉണ്ണിക്കണ്ണനെ കെട്ടിയിട്ട ആ ഉരൽ കാണാൻ വേണ്ടി പോകാം. അതിനു മുമ്പ് എന്താണ് സംഭവമെന്ന് കേൾക്കാം. വെണ്ണകെട്ട ഉണ്ണിക്കണ്ണനെ യശോദ ഉരലിൽ കെട്ടിയിട്ട് ശിക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ കണ്ണൻ എന്ത് ചെയ്തു? ആ ഉരലും വലിച്ചു നീക്കി 2 വലിയ വൃക്ഷങ്ങളുടെ ഇടയിലൂടെ പോയി. മരങ്ങൾക്കിടയിലുടക്കിയ ഉരൽ പുറത്തെടുക്കുവാൻ കണ്ണൻ ശക്തിയോടെ വലിച്ചു. ഒരു ഉഗ്ര ശബ്ദത്തോടെ 2 അർജുന മരങ്ങളും കടപുഴകി വീണു. അതിൽ നിന്നും 2 ദേവന്മാർ പുറത്തു വന്നു. അവരായിരുന്നു കുബേരന്റെ മക്കളായ മണിഗ്രീവനും നളകൂബരനും. അഹങ്കാരികളായ അവരെ നാരദൻ ശപിച്ച് മരങ്ങളായി മാറ്റിയതായിരുന്നു. ഭഗവാൻ ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണനായി അവതരിക്കുമ്പോൾ ശാപമോക്ഷം ലഭിക്കുമെന്നും അവർക്ക് വരം നൽകി. അങ്ങനെ ഭഗവാന്റെ വരവും കാത്ത് ആ 2 മരങ്ങളും വർഷങ്ങളോളം കാത്തിരുന്നു. അങ്ങനെ ഭഗവാൻ യശോദയെ ഒരു കാരണമാക്കിക്കൊണ്ട് ആ ഉരലിനെ ഒരു മാധ്യമമാക്കിക്കൊണ്ട് ആ ദേവന്മാർക്ക് ശാപമോക്ഷം നൽകി. ഇന്ന് നമ്മൾ ആ സ്ഥലത്താണ് നിൽക്കുന്നത്. പുരാന ഗോകുലത്തിലെ മഹാവൻ എന്ന സ്ഥലത്താണ് ഭഗവാനെ യശോദ കെട്ടിയിട്ട ആ ഉരൽ ഇന്നുമുള്ളത്. ആ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇദ്ദേഹം നമുക്ക് ഇപ്പോൾ പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ വിശദമായിട്ട് പറഞ്ഞു നൽകുകയാണ്. അപ്പോൾ എല്ലാവരും കണ്ടോളൂ. ഇതാണ് യശോദ കെട്ടിയിട്ട 5000 വർഷത്തിലേറെ പഴക്കമുള്ള ആ ഉരൽ. ഇവിടെയൊന്നും അധികം ഭക്തർ ഒന്നും വരാറില്ല. അങ്ങനെ എല്ലാവർക്കും അറിയില്ല എന്ന് തോന്നുന്നു. നിങ്ങൾ ഇനി ഗോകുലത്തിലേക്ക് പോകുമ്പോൾ ഇവിടെയും കൂടി കയറി കാണുക. ഭഗവാന്റെ ഈ ദർശനം കൂടി നടത്തുക. ഇത് യശോദ മാതാവിൻ്റെ ഒരു മൂർത്തിയാണ്.
ഒരു ചെറിയ ഗോശാലയും ഇവിടെയുണ്ട്. കുന്നിൻ്റെ മുകളിൽ കയറി ഇനി നമുക്ക് യശോദയുടെ പഴയ ഒരു കിണർ കാണാൻ വേണ്ടി പോകാം. ഇതാണ് യശോദയുടെ ആ പഴയ കിണർ. എല്ലാവർക്കും ഈ ഭഗവാന്റെ കാഴ്ചകൾ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ശ്രീകൃഷ്ണ ജയന്തിയുടെ ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു. ഹരേ കൃഷ്ണ.